ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ ക്രേസി കപ്പിൾ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വാമിയുടെ ഹെയർ കെയർ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ വീഡിയോ. അപ്പോൾ ഇന്ന് ഹെയർ കെയർ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. പ്ലസ് ഒരു വാമിക്ക് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ കൂടെ കാണിക്കുന്നുണ്ട്. ആക്ച്വലി വാമിക്ക് അങ്ങനെ വീക്സിൽ, അതായത് ഒരാഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെയാണ് ഓയിലൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാറ്. സ്ഥിരം ഓയിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ ഈ കാച്ചി എണ്ണ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹെയറിന് ഒരു ന്യൂട്രീഷൻ കൊടുക്കുന്ന പോലെയാണ്. പിന്നെ ഹെയർ ഗ്രോത്ത് നമുക്ക് ജനറ്റിക്കലി കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ ചിലർക്ക് ഫ്രിസി ഹെയർ ആയിരിക്കും, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കാച്ചി എണ്ണയാണെങ്കിൽ പോലും. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്, ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്, കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഓരോ എണ്ണയ്ക്കും ന്യൂട്രീഷൻ ക്യാപ്പബിലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലും പരിസരത്തും കിട്ടുന്ന കുറച്ചൊരു ഔഷധ ചെടികളൊക്കെ കൊണ്ടിട്ട് എങ്ങനെ നല്ലൊരു കാച്ചി എണ്ണ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടു പരിസരത്തുള്ള കുറച്ച് ഔഷധ ചെടികൾ എടുക്കാൻ പോവാണ്. മെയിൻലി നമ്മൾക്ക് വേണ്ടത് കൈതോന്നി. ചില നാട്ടിൽ കൈതോന്നി എന്ന് പറയും, ചില നാട്ടിൽ കയ്യുണ്ണി എന്ന് പറയും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഏരിയയിലുണ്ട്. മാമി അതിന് മുന്നേ മാമി ചെരുപ്പൊക്കെ ഇട്ട് റെഡി ആയി സെറ്റ് ആയിട്ടുണ്ട് അല്ലേ കാണില്ലേ അല്ലേ? നമ്മൾ പോവാണ്. ഞങ്ങളുടെ വയലേരിയകളിലൊക്കെ ഇത് കാണുമായിരുന്നു. കിട്ടുമെന്നൊരു ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ തപ്പിയിട്ട് ഞാൻ കണ്ടുപിടിച്ച അവസാനം ഇവിടെ ഈ ഓറഞ്ച് നിങ്ങൾക്കൊക്കെ അറിയാവോ? ഭയങ്കര ഇതിന്റെ ജ്യൂസ് കുടിക്കുന്ന ഭയങ്കര ഇതാണ്. ഇത് എങ്ങനെയാണ് കുടിച്ചു നടത്തില്ല. ഓറഞ്ച് മരം കുടിച്ചു. പിന്നെ ഇതിന്റെ പേര് അറിയത്തില്ല. നാരങ്ങ അല്ല, ഓറഞ്ച് ഉണ്ട്. അങ്ങനെ ഒരു സമയം ഇതാണ് നമ്മുടെ കൈതോന്നി. അതിന്റെ പ്രത്യേകം അത് കണ്ടുപിടിക്കുന്നത് ഈ ഒരു പൂ കണ്ടോ, ഇതാണ് കൈതോന്നി. അപ്പൊ നമ്മൾ ഇതിന്റെ ഇല എടുക്കാൻ പോവാണ്. ഇത് വേരോടെ എടുക്കുന്നവരും ഉണ്ട്, പക്ഷെ നമ്മളിപ്പം ഇതിന്റെ ഇല കുറച്ചെടുക്കാൻ പോവാണ് കേട്ടോ. കാരണം ഈ ഇല മാത്രം എടുത്താൽ കുഴപ്പമില്ല, അത് വീണ്ടും ഈ പൂക്കളില്ലേ വീണ് സീഡായിട്ട് പൊടിച്ചോളും. ഞാനിന്ന് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതൊന്നും ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് എടുക്കുവാണ്. നമ്മൾ മലയാളികളായതുകൊണ്ടല്ലേടാ, അല്ലേ മാമി? എണ്ണ തേച്ചൊരു കുടി അത് നിർബന്ധം. അതിന് മാമി കുളിക്കാറില്ലല്ലോ അല്ലേ മാമി? മാമി കുളിക്കാറുണ്ടോ? ഇല്ല. യെസ്. നമ്മൾ കൈതോന്നിയിൽ ഒരു പിടി ഇലയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് എടുത്തുണ്ടായി കാണിക്കുമ്പോൾ ഒരു പിടി കിട്ടിയിട്ടുണ്ട്. ടെസ്സയ്ക്ക് വാമി നല്ല പരിചയമാണ്, അതുകൊണ്ട് കുറയ്ക്കാറൊന്നുമില്ല. പണ്ട് കുഞ്ഞിന്. പക്ഷെ വിക്കിയാണ് ഇപ്പോഴും കാണുമ്പോഴും നല്ല കുറയാ. ആണോ മാമി? മാമിക്ക് ടെസ്സിന് സാക്ഷി ഇഷ്ടമുണ്ടോ? പറ. അടുത്ത് നമ്മൾ സാക്ഷ എവിടെ? ഞങ്ങളുടെ വീട്ടിൽ 2 ജർമ്മൻ ഷെപ്പേർഡ്സ്. അവർ ഗാർഡ്സ് ആണ് കേട്ടോ. ഇനി നമ്മൾക്ക് വേണ്ട മെയിൻ ഐറ്റം ഈ ഒരു നമ്മുടെ ടെസ്സയുടെ ഈ ചെറിയ വീടിൻ്റെ മുകളിലാണുള്ളത്. നല്ല കാഴ് പിടിച്ചിട്ടുണ്ട്. ഇതെൻ്റെ അമ്മയുടെ ഇതാണ് കേട്ടോ. അമ്മയുടെ മെയിൻ പരിപാടിയാണ് ഈ കറ്റാർവാഴ. അമ്മയ്ക്ക് എന്തോ കറ്റാർവാഴ ഭയങ്കര ഔഷധം കൊണ്ട് നട്ടുപിടിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരു ഇല എടുക്കാം. ഇവിടെ നമ്മൾ എടുക്കുവാണ്. നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്കൊരു ചെറിയ ഇല എടുക്കാം അല്ലേ. പിന്നെ അഥവാ ബാക്കി വരുന്നെങ്കിൽ ഞാനത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. എന്തിനാ? മോയ്സ്ചറൈസർ യൂസ് ചെയ്യല്ലേ? ഇത് പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഹെയറിൽ ഹെയർ മാസ്കിന് വേണ്ടി നല്ലൊരു ഐറ്റമാണ്. നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്. ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഞാനിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കറ്റാർവാഴ അല്ലേ? കറ്റാർവാഴ പറഞ്ഞേ, വാഴ. പിന്നെ ഞങ്ങളുടെ വീട് പരിസരത്ത് എവിടെ നോക്കിയാലും തുളസി ചെടിയാണ്. ഒരു തുളസി ചെടിയെങ്കിലും കാണാതിരിക്കത്തില്ല. ഇത് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയയിൽ കുറേ ഉണ്ട് കേട്ടോ. ഇതിൽ കുറേ തുളസിയാണ് കേട്ടോ. നല്ല ഇലയാണ്, നല്ല വലിയ ഇലകളാണ്. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. അതിൽ പലതരം തുളസികളുണ്ട്. ഒന്ന് കൃഷ്ണ തുളസി അങ്ങനെ എന്തൊക്കെയുണ്ട് അങ്ങനെ പലതരം തുളസിയുണ്ട്. ഇപ്പോൾ വാമയാണ് പറിക്കുന്നത് ഫുള്ളും. കുറച്ച് ഓക്കെ. ഇത് കൃഷ്ണ തുളസിയാണ് കേട്ടോ. കളർ വ്യത്യാസം ഉണ്ടാവും, ചിലത് അല്ലാത്ത അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. തുളസി എടുത്തിട്ടുണ്ട്. തുളസി. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന കറിവേപ്പില.
തിരി അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട. അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. അതുപോലെ തന്നെ വലിയ കറിവേപ്പില മരമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കറിവേപ്പിലയാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ ഞാൻ ഓടിച്ചെടുക്കും. ഇത് മതി. ഓക്കെ, ഞങ്ങൾ ഇനി ഇന്നുണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ എണ്ണ ഉണ്ടാക്കണേ ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുതിർത്ത് വെച്ച ഉലുവയുണ്ട്, തുളസിയിലയുണ്ട്, അതുപോലെ കറ്റാർ വാഴ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കയ്യൊന്നി. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു മെയിൻ കീ ഇൻഗ്രീഡിയൻ്റ് കൂടെ പറയുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടാതെ ഞാനിവിടെ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ലവ്ലാപ്പിൻ്റെ നാച്ചുറൽ ഒലീവ് ഓയിലാണ്. 100% നാച്ചുറലാണ്. ഇത് വളരെ സ്റ്റിക്കി ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഹെയറിൽ അങ്ങനെ സ്റ്റിക്ക് ആവത്തില്ല. അതുപോലെ ഇത് നാച്ചുറൽ അരോമയാണ് ഇതിലുള്ളത്. പിന്നെ പാരബനും ഇല്ല, ടോക്സിക്കും ഇല്ല. അതാണ് ഞാൻ ചൂസ് ചെയ്യാൻ മെയിൻ കാരണം. ഇതിൻ്റെ ബാക്ക് ലേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് റിഫൈൻഡ് ഒലീവ് ഓയിൽ 85% ആൻഡ് വെർജിൻ ഒലീവ് ഓയിൽ 15% എന്ന്. ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ സ്കിന്നിന് വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെയാണ് ഹെയറിനും. അതുകൊണ്ട് ഞാൻ വാമിക്ക് ഇത് ഹെയറിന് മാത്രമല്ല ബോഡിയൊക്കെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തൊന്ന് കുളിപ്പിക്കാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇത് നോൺ സ്റ്റിക്കി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ അസ്വസ്ഥത തോന്നത്തില്ല. അപ്പോൾ വാമിക്ക് ആദ്യം എണ്ണ തേച്ച് കുളി ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷേ ഒലിവ് ഓയിൽ തേക്കാറുണ്ട്, കാരണം ഇത് സ്റ്റിക്കി അല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കയ്യിലെടുത്തിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് റബ്ബ് ചെയ്യുക. അതായത് ഒലിവ് ഓയിൽ കുറച്ച് വാമാവും, എന്നിട്ട് കുട്ടികളുടെ ദേഹത്ത് തേച്ച് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഒലീവ് ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സ്കിൻ റിപ്പയർ സൊല്യൂഷനാണ്. അതുമാത്രമല്ല ഇത് സ്കിൻ ടോൺ ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളരെ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഒരു ഓയിലാണ്. അപ്പോൾ എണ്ണ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലാക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുവാണ്. പിന്നെ തയ്യാറാക്കാനായിട്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. ആ പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഈ ഒഴിച്ചു കൊടുക്കുന്നത് 100% നാച്ചുറൽ കോക്കനട്ട് ഓയിലാണ്. ഞങ്ങളുടെ ഇവിടെ ചക്കിലാട്ടിയത് കിട്ടും, അതാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ മിക്സും ഒന്ന് അതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഏകദേശം ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഞാനെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കളറാവും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നല്ല പച്ച നിറത്തിലുള്ള എണ്ണ കിട്ടും. നമ്മൾ ഇടയ്ക്ക് നോക്കണം, കാരണം ഇത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എണ്ണ ഏകദേശം തയ്യാറായി, പച്ച കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറായെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എണ്ണ ചൂടാറിയതിന് ശേഷം ഞാനൊരു ബൗളിലോട്ട് ഇത് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ഞാനിതിൽ ആ ബൗളിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒലിവ് ഓയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാനൊരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്.
പിന്നെ വെച്ച് എന്ത് ചെയ്യാൻ പോവാ? ഓക്കെ. അപ്പോൾ ആമയുടെ മുടിയൊക്കെ കെട്ടൊക്കെ ഞാൻ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ആ ബോട്ടിലുള്ള എണ്ണ ഞാനൊന്ന് നല്ലോണം ഷേക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ബോട്ടിൽ അടപ്പിലെടുത്തതിന് ശേഷം ഫിംഗർ ടിപ്സ് കൊണ്ട് ഒന്ന് മുക്കിയതിന് ശേഷമാണ് ഈ ഇങ്ങനെ വകുത്ത് എല്ലാം, അതായത് സ്കാൾപ്പിൽ ഒന്ന് പിടിക്കാനായിട്ടാണ് ഞാൻ എപ്പോഴും എണ്ണ തേച്ച് കൊടുക്കുന്നത്. സ്കാൾപ്പിൽ എണ്ണ എത്തിക്കാനായിട്ട് ഞാൻ എപ്പോഴും ഫിംഗർ ടിപ്സ് വെച്ച് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു 10-15 മിനിറ്റ് നല്ല മസാജും കൊടുക്കാറുണ്ട്. പിന്നെ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം എണ്ണ കുട്ടികളുടെ തലയിൽ തേക്കുകയും ചെയ്യരുത് കേട്ടോ. കാരണം അത് ഫ്രണ്ടിലോട്ടൊക്കെ ഇങ്ങനെ നെറ്റിയിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ചെറിയ കുരുക്കൾ അങ്ങനെയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും വളരെ കുറച്ച് മാത്രം എണ്ണ എടുക്കുക, ഫിംഗർ ടിപ്സ് വെച്ചിട്ട് എണ്ണ എടുക്കുക. അഥവാ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഒരു ഡ്രോപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം നമ്മൾ ഫിംഗർ വെച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വേണം ചെയ്യാൻ. ഒരുപാട് എണ്ണ കുട്ടികൾക്ക് തേച്ച് കൊടുക്കരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓയിലെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നറിഷ് ചെയ്യാനും വൃത്തിയായിട്ടുള്ള ഹെയർ ഒതുക്കാനൊക്കെയാണ്. ഇനി എണ്ണയൊന്നും തേച്ച് കൊടുത്തില്ലെങ്കിൽ പോലും നമ്മളുടെ സ്കാൽപ്പിന് ഒരു ഓയിലി സെക്രീഷൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കഴിവുള്ളതാണ്. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് എപ്പോഴും മാമി കിടക്കുന്നതിന് മുന്നേ ഞാൻ അവൾക്ക് തലമുടി 2 സൈഡും പിന്നി കെട്ടി മടക്കി ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം ഞാൻ നോട്ടീസ് ചെയ്ത് രാവിലെ ആകുമ്പോഴത്തേക്കും അവൾ എണീക്കുമ്പോൾ ഇത് ഇങ്ങനെ കെട്ടി കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് മുടി ഉടക്ക് പോലെ ആവുന്നുണ്ട്. പണ്ട് നമ്മുടെ അമ്മമ്മമാരൊക്കെ എപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പേ മുടി പിന്നി മടക്കി കെട്ടുക എന്ന് എപ്പോഴും പറഞ്ഞ് ശീലിപ്പിച്ചിട്ടില്ലേ? ആ സെയിം കാര്യം ഞാൻ എപ്പോഴും ചെയ്ത് കൊടുക്കാറുണ്ട്.